വടകര മണ്ഡലം കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര. വടകരയിലെ LDF സ്ഥാനാർത്ഥിയെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് കെ മുരളീധരനെ UDF അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വന്നതോടെ ജയരാജന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് പി ജയരാജൻ വിജയിക്കും എന്ന തരത്തിലായിരുന്നു അവിടുത്തെ റിപ്പോർട്ടുകൾ. എന്നാൽ അപ്രതീക്ഷിതമായി മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് അവിടെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. VK സജീവനെയാണ് BJP അവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. ഏതായാലും പോരാട്ടം നടക്കുന്നത് വടകരയിൽ ജയരാജനും മുരളീധരനും തമ്മിലാണ്. ശക്തമായ ഒരു പോരാട്ടം തന്നെയാകും അവിടെ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ അവിടെ RMPയുടെ പിന്തുണ UDFന് ലഭിക്കുകയായിരുന്നു. ഇതോടെ അവിടെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായും UDFന്റെ കയ്യിലാകുന്ന ഒരു കാഴ്ചയ്ക്കാണ് സാധ്യം. UDFന് RMPയുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ പോരാട്ടം അതിശക്തമാകുന്ന ഒരു കാഴ്ച. എന്തായാലും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് വടകര എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഈ സർവേ ഫലത്തിൽ മുൻതൂക്കം നൽകുന്നത് UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരന് തന്നെയാണ്. കെ മുരളീധരന്റെ സാധ്യതയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് സർവേ ഫലത്തിൽ കാണാൻ കഴിയുന്നത്. 35% വോട്ട് പി ജയരാജൻ നേടും എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അതേസമയം 38% വോട്ട് പി ജയരാജൻ നേടുമ്പോൾ 45% വോട്ട് ഷെയറുമായി പി ജയരാജനെ തോൽപ്പിച്ച് മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മണ്ഡലം നിലനിർത്തുമെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലം. BJPക്ക് 13% വോട്ട് മാത്രമാണ് അവിടെ ലഭിക്കുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ വടകര. കേരള രാഷ്ട്രീയത്തിലെ താരപ്പോരാട്ടമാണ് വടകരയിലേത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പി ജയരാജനും കെ മുരളീധരനും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ വടകരയിൽ തീപാറുകയാണ്. പ്രവചനങ്ങൾക്ക് പിടികൊടുക്കാതെ മാറിമറിഞ്ഞ മത്സരഫലങ്ങളാണ് വടകരയുടെ മത്സരചിത്രം. 1971 മുതൽ തുടർച്ചയായി 6 തവണ UDFനൊപ്പം നിന്ന മണ്ഡലം കൂടിയാണ് വടകര. പിന്നീട് തുടർച്ചയായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയായിരുന്നു. 1.5 ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷം വരെ CPMന്റെ സീതാദേവി വടകരയിൽ നേടിയ ചരിത്രമുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ പത്തിന് ശേഷം 2014 തെരഞ്ഞെടുപ്പിൽ CPMന്റെ AN ഷംസീറിനെ തോൽപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിന് വേണ്ടി മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തവണ വലിയ വ്യത്യാസത്തിൽ UDF മണ്ഡലം നിലനിർത്തും എന്നാണ് ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. 38% വോട്ട് പി ജയരാജൻ നേടുമ്പോൾ 45% വോട്ട് ഷെയറുമായി കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മണ്ഡലം നിലനിർത്തും എന്നാണ് സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഫലം ഇടതിന് അനുകൂലമായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സംഘടനാ സംവിധാനവും പി ജയരാജൻ്റെ പാർട്ടി അണികൾക്കിടയിലെ സ്വാധീനവും പ്രഭാവവും ചേർന്നിട്ടും കെ മുരളീധരൻ്റെ എഫക്റ്റും CPMന്റെ അക്രമ രാഷ്ട്രീയവുമാണ് കോൺഗ്രസ് കണ്ടുപിടിച്ച പ്രചരണായുധം. എന്തായാലും ഇത് ഫലം കാണും എന്ന് വേണം കരുതാൻ. അക്രമ രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇവിടെ പ്രചാരണായുധമാക്കുന്നത്. എന്തുവന്നാലും ജയിക്കണം എന്ന ലക്ഷ്യവുമായി ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷവും UDFും ഇറക്കിയപ്പോൾ BJPക്ക് 13% വോട്ട് മാത്രമേ ഇവിടെ നേടാനാകുന്നുള്ളൂ. മണ്ഡലത്തിലാകെ വോട്ടർമാർ വടകര മണ്ഡലത്തിലാകെ 12,28,969 പേരാണ് മത്സരിക്കുന്നത്. ഇതിൽ 5,83,950 പുരുഷന്മാരും 6,45,019 സ്ത്രീകളുമാണുള്ളത്. കൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് 7 വോട്ടർമാരും ഇവിടെയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാകുന്നു. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകണമെങ്കിൽ 23 വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.